ദേശീയപാത നിർമ്മാണത്തിൽ വലിയ പാളിച്ചകളുണ്ട്. 6 വരി പാത വിണ്ടുകീറുന്നത് എന്തുകൊണ്ടാണ്? പാതകളുടെ കരാറുകളിലും ചെലവിലും സംശയങ്ങളുണ്ടോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ സി കെ അബ്ദുൽ അസീസ്, ഇപ്പൊ കേരളം മുഴുവനായി സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുത്തോ? ഇതുവരെ ഞങ്ങളുടെ NH, ഞങ്ങളുടെ 6 വരി, ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതുകൊണ്ട്, ഞങ്ങൾ പണി മോണിറ്റർ ചെയ്തതുകൊണ്ട്, ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ട്, ഞങ്ങളുടെ സർക്കാർ 5 വർഷം തികയ്ക്കും മുമ്പ് ദാ വരുന്നു എന്ന് പറഞ്ഞവർ ഇപ്പോൾ മൊത്തത്തിൽ കൈയെടുത്തോ? പിന്നു, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഗവൺമെൻറ് ഇത് ഞങ്ങളുടെ സ്വന്തം പാതയാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത്, LDF പറഞ്ഞത്, പിണറായിയുടെ ഗവൺമെൻറ് പറഞ്ഞത് 2010 മുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായി കൊണ്ടുവരുന്ന ദേശീയപാത കേരളത്തിൽ എടുക്കുന്ന പദ്ധതി കാര്യം നടക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ആ മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തി കേരള ഗവൺമെൻറ് ഏതാണ്ട് 6000-ഓളം കോടി ഉറുപ്പിക മുടക്കി സ്ഥലം ഏറ്റെടുത്ത് കേന്ദ്രത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പോലും പറഞ്ഞു, രാജ്യത്തൊരു സംസ്ഥാനവും ഇതുപോലെ ഒരു ഫണ്ട്, ഒരു പാർട്ടിസിപ്പേഷൻ ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല. കേരളം മാത്രമാണ് ചെയ്തത്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ പാത കേരളത്തിൽ നടപ്പായി വന്നത്. ആണോ? ഇത് ശ്രീ ഗോപാലകൃഷ്ണൻ സാമാന്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇതിലെല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ്. എല്ലാവർക്കും ഉത്തരവാദിത്വം ഇല്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഉത്തരവാദിത്വം. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിനാണ് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ശ്രീ അബ്ദുൽ അസീസ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം തീർച്ചയായിട്ടും ഈ സ്മാർട്ട് സിറ്റി അതിന്റെ ഭാഗമായ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. അത് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും പങ്കാളിത്തത്തോടെയുള്ള ഒരു പദ്ധതിയാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? പക്ഷേ കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ ഒരു വലിയ പരസ്യമുണ്ടായിരുന്നു. ഈ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടനം സംബന്ധിച്ച പരസ്യം. അതിൽ 2 ചിത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പിണറായി വിജയൻ്റേതും മറ്റൊന്ന് മുഹമ്മദ് റിയാസിൻ്റെതും. ഇങ്ങനെ പൂർത്തിയായി കഴിയുമ്പോഴുള്ള അവകാശവാദങ്ങൾ കൊണ്ടാണ് ഉത്തരവാദിത്വം വരുമ്പോൾ 2 പേർക്കും ഉണ്ടെന്ന് പറഞ്ഞു പോകുന്നത്. ആ 2 പേരുടെ പടം കൊടുത്തുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് ആ പരസ്യത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് ബുദ്ധി ഈ തലവെളി കാണിച്ച് അടക്കല്ലേ മണ്ടാരെ. പിന്നെ കേരള ഗവൺമെന്റിൻ്റെതായി കൊടുക്കുന്ന പരസ്യത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ പടം കൊടുക്കുന്നത് സ്വാഭാവികമാണ്. ഞാൻ അതേക്കുറിച്ചല്ല പറയുന്നത്. ഇങ്ങനെ സാമാന്യവൽക്കരിച്ച് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം, എന്നിട്ട് കൂടി ഇതിന്റെ ഉത്തരം പറയണം. ഇവൻ ശരിയല്ല. ഞാൻ പറയുന്നത് സാമാന്യവൽക്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന പ്രയോഗം അദ്ദേഹം ഇതിൽ നിന്ന് കൈയൊഴിയാനുള്ള ശ്രമമാണ്. അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനോ ഇതിൽ നിന്ന് കൈയൊഴിയാൻ കഴിയില്ല. ഈ നാഷണൽ ഹൈവേയുടെ ഓരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോ വ്യാപകമായി പ്രദർശിപ്പിക്കുന്നു എന്നാണല്ലോ വലിയ ആക്ഷേപം. അങ്ങനെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അത് പ്രദർശിപ്പിക്കാനും അത്തരം പ്രചാരണങ്ങൾ നടത്താനുമുള്ള അവകാശം നമുക്കുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നില്ലെങ്കിൽ ഈ നാഷണൽ ഹൈവേ വരിക പോലും ചെയ്യില്ലായിരുന്നു എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. 2010 മുതൽ ശ്രീ ബൽറാം, ഇതേ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കേരളയിൽ ഉണ്ടാക്കാൻ ഒരുങ്ങിയതെന്നാണോ നേരത്തെ ശ്രീ ബൽറാം പറയാൻ തുടങ്ങിയത്? പിന്നെ തുടങ്ങിയേക്കാം. അപ്പോൾ കേരളയുടെ എതിരെയും ഇത്രയും ഇങ്ങനെ ബണ്ട് പോലെ കെട്ടിപ്പൊക്കി അതിൻ്റെ മേലൂടെ ഇത്രയും സ്പീഡിൽ ട്രെയിൻ ഓടിച്ചാൽ പലയിടത്തും അത് അപകട സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് അന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിനെ അതിൻ്റെ പേരിൽ പരിഹസിക്കുകയാണ് ചെയ്തത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള റോള് എന്ന് ഈ ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്. എങ്കിലും ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല അവരുടെ തന്നെ അവകാശവാദം എന്നുള്ളത് കേരളത്തിന്റെ ഒക്കെ മുമ്പിലുള്ള കാര്യമാണ്. പിന്നീട് വരെ അവസരം കിട്ടിയില്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവർ പറഞ്ഞ മറ്റൊരു വാദം കൂടി
അത് വസ്തുതാവിരുദ്ധമാണ്. കാരണം കേരളം മാത്രമാണ് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി പണം നൽകിയിട്ടുള്ളത് എന്ന് പറയുന്ന വാദം ശരിയല്ല. കുഴപ്പമായ നീ എന്തിനാണ് പറയാൻ പോയത്? ഹരിയാന നൽകിയിട്ടുണ്ട്, ഉത്തർപ്രദേശ് നൽകിയിട്ടുണ്ട്, ബീഹാർ നൽകിയിട്ടുണ്ട് 733 കോടി രൂപ, ഡൽഹി നൽകിയിട്ടുണ്ട് 654 കോടി രൂപ, കർണാടകവും തമിഴ്നാടും ഒക്കെ അത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി വരുന്ന അധിക ചെലവ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ അത്ര അധിക ചെലവ് ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് അത് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ കേരളം ഭൂമി ഏറ്റെടുക്കലിൽ അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കുമ്പോഴും അത് കേരളം മാത്രം ചെയ്ത എന്തോ ഒരു വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ PR സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു ഹൈവേ ഡെവലപ്മെൻറ്റ് തങ്ങളുടെ പദ്ധതിയാണ്, തങ്ങളുടെ നേട്ടമാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും കൊണ്ടുപിടിച്ചുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഹൈവേ കംപ്ലീഷൻ ചില റീച്ചുകളിൽ പൂർണ്ണതയിൽ എത്തുന്ന സാഹചര്യത്തിൽ അതിനെ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ മെറ്റീരിയലാക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി റീൽസ് ഇടുന്നു, അതിനുവേണ്ടി ഡ്രോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് സൃഷ്ടിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് ഫ്ലക്സുകൾ ഉയരുന്നു. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. അതൊക്കെയായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെയുള്ള കാഴ്ച. അതിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഇന്നാണല്ലോ ഉണ്ടായത്. ഇത് എൻ്റെ അല്ല, ഇത് അവരുടെയാണ് എന്ന് പറയുന്ന തരത്തിൽ ഉത്തരവാദിത്തത്തിൽ ഒളിച്ചു പോകുന്ന ഒരു കാഴ്ച ഇന്നലെ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ PWD വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, അദ്ദേഹമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ആഴ്ചയ്ക്ക് റീലിടാനും അതുമായി ബന്ധപ്പെട്ട PR വർക്കിനൊക്കെ മുന്നിൽ നിന്നിരുന്നത്. ഉറക്കം വരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയും മറ്റാളുകളും പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സൈബർ വിങ്ങും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്, ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകുകയാണ്. എനിക്ക് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ കഴിഞ്ഞ ആഴ്ച വരെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. സംസ്ഥാനത്തെ മന്ത്രി തന്നെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങളൊരു ടീമായിട്ട് NHAയും അവരുടെ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന PWD വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഒരു ടീമായിട്ട് ആഴ്ചയ്ക്ക് ഇവിടെ റിവ്യൂ മീറ്റിംഗ് കൂടാറുണ്ട്, സൈറ്റ് വിസിറ്റ് ചെയ്യാറുണ്ട്, 14 ജില്ലകളിലും ഞങ്ങൾ കടന്നു ചെന്നിട്ടുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. ആ നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നലെ വരെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വകുപ്പ് മന്ത്രിയുടെയും അവരുടെ അവകാശവാദം. പക്ഷേ ഇന്ന് അപകടം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചു പോവുകയാണ്. പോയി ചത്തുടടാ. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ, നാഷണൽ വെബ്സൈറ്റിലേക്ക് പോകാൻ. നാഷണൽ ഹൈവേ വെബ്സൈറ്റിൽ പോയാൽ കർണാടക അടക്കം പൈസ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിലുണ്ട്. കേരളം മാത്രമല്ല, കേരളം അവസാനം കൊടുത്തിട്ടുമില്ല മുഴുവൻ പൈസയും. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. പിന്നെ റോഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം മുഴുവൻ മോദിയുടെ തലയിൽ. റോഡൊക്കെ ഗംഭീരമായ അതൊക്കെ അമ്മായിച്ചനും മരുമോനും എന്ന് പറയുന്ന സമീപനം ഇരട്ടത്താപ്പാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.